Good morning, girls. Next, we can see what are the duties of auditor. അപ്പോൾ ഓഡിറ്റർ നമ്മളെപ്പോഴും പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് ദ ബിസിനസ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓണേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനൊരു കോട്ട് പറയുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ it is based on the decision given by a learned judge in case of Kingston Cotton Mills Company. അതായത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കോട്ടാണ് ആ ഒരു കേസ് ലോയിൽ. ആൻ ഓഡിറ്റർ ഇസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേക്സ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ റിഗാർഡ് ടു ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് എൻ ഓഡിറ്റർ ഷാൾ നോട്ട് അപ്രോച്ച് ദ വർക്ക് വിത്ത് എ സസ്പീഷ്യസ് മൈൻഡ്. ഒരിക്കലും ആ ഒരു രീതിയിലാവരുത് ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത്. ബട്ട് ഹി മസ്റ്റ് ബി വെരി കെയർഫുൾ വൈൽ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് എന്തെങ്കിലും ഫ്രോഡ്സോ എറേഴ്സോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താക്കണം, ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അതിനെതിരെ അതാരൊക്കെ ചെയ്ത് അവർക്കെതിരെ പോവേണ്ട ആവശ്യമില്ല. ഹി ഷുഡ് ബി ഓണസ്റ്റ് ഇൻ ഹിസ് വർക്ക് ആൻഡ് ബോൾഡ് ഇനഫ് ടു അലേർട്ട് ദ ഓണേഴ്സ് റിഗാർഡിങ് എനി മെൽ പ്രാക്ടീസസ് ഓർ ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹം അപ്പം ഫസ്റ്റ്ലി ഇതാ പറയുന്നത് എൻ ഓഡിറ്റർ ഇസ് എ വാച്ച് ഡോഗ്. വാച്ച് ഡോഗ് മീൻസ് he is appointed to look after the interest of owners of the business. A watchdog is kept and fed by his owners, and as such he on his part look after his owners interest. അതായത് നമ്മൾ എന്തിനാണ് വീട്ടിലൊരു ഡോഗിനെ വളർത്തുക, അതിന് തിന്നാനും കുടിക്കാനൊക്കെ കൊടുത്ത് വളർത്തുന്നത് നമ്മളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഹെൻസ് ഓഡിറ്റർ ഷുഡ് ലീവ് നോ സ്റ്റോൺ unturned in detecting errors and fraud so that he can protect the interest of his client sincerely, honestly and tactfully എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതായത് ഫ്യൂച്ചറിൽ ഇനി അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ്ലി ഓഡിറ്റർ ഇസ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ഹൗണ്ട് എന്ന് ആയി കണക്കാക്കാൻ പാടില്ല എന്ന്. ഇറ്റ് ഈസ് നോ പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടി ടു ടേക്ക് ദോസ് ടു ടാസ്ക് ഹു ഹാവ് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് ഹി ഷുഡ് നോട്ട് ബി മെലീഷ്യസ് ടുവേർഡ്സ് ദോസ് whom he finds to be responsible for any act of negligence and manipulation or misappropriation. എന്താ പറയുക, ചെന്നായനെ പോലെ ചാടി കടിക്കാനൊന്നും പാടില്ല തെറ്റ് കണ്ടെന്ന് വെച്ചിട്ട്. അത് എന്താക്കണം എന്നാണ് പറയുന്നത്, അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നും അല്ലെങ്കിൽ അവരെ ആക്രമിക്കേണ്ട ആവശ്യമൊന്നും ഓഡിറ്ററിനില്ല. ഹി ഹാസ് ടു ബി സിൻസിയർ, honest and methodical in his approach without in any way causing any harm to the person whose work he has to certify. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പറയുന്നത് ഓഡിറ്റർ ഇസ് എൻ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന്. ഇത് എസ് എ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എസ് എ ആയി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതാണ് ഓഡിറ്റർ ഡ്യൂട്ടി, അതായത് വാച്ച് ഡോഗായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ബ്ലഡ് ഹൗണ്ട് അല്ല. അവരെ എന്താ പറയുക, അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് നിങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഡ്യൂട്ടീസ് എഴുതുക. ഈ പറഞ്ഞിരിക്കുന്ന എന്താ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്, അതൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എസ് എ ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ ഓഡിറ്റർ ഡിസ്ചാർജസ് സർട്ടൻ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതായത് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ഇസ് ഇഫക്റ്റീവ് ഓർ നോട്ട്. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആണെങ്കിൽ ഓഡിറ്റർ ഡ്യൂട്ടി അയാളുടെ വർക്ക് അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക ഇത് അത്ര കണ്ട് കുറയും. അപ്പം അതാദ്യം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ദെൻ മേക്കിംഗ് സജഷൻസ് ഫോർ ചേഞ്ചിങ് അക്കൗണ്ടിങ് സിസ്റ്റംസ്. Then checking whether the books of accounts are maintained according to the requirements of law. അതായത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണോ അത് പ്രകാരമുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ചെക്കിംഗ് വെദർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ്
ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ്, അതായത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടല്ലേ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ സർട്ടിഫൈയിങ് വെദർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഡിസ്ക്ലോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ബിസിനസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കറക്റ്റായിട്ടല്ലേ അത് വെദർ ഇറ്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്, അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടിയിൽ വരുന്നത്. അല്ലാണ്ട് അത് തെറ്റായി ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിനെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ള പാർട്ടൊന്നും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഓഡിറ്റർ പറയുന്നത് ഹീസ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വരിക? രണ്ട് തരത്തിലുള്ള ക്വാളിറ്റീസാണ് പറയുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റീസും പറയുന്നുണ്ട്, പേഴ്സണൽ ക്വാളിറ്റീസും പറയുന്നുണ്ട്. ഈ ടെക്നിക്കൽ ക്വാളിറ്റീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റർ ഷുഡ് ബി പ്രൊഫഷണലി ക്വാളിഫൈഡ് വേണം. അത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹി ഷുഡ് ബി എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ആൻ ഓഡിറ്റർ ഇൻ ഇന്ത്യ. Besides professional qualification, he should have expert knowledge in accounting and statutory regulations affecting the business. അതായത് ഒരു തറോ നോളജ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ലോ, ആൻഡ് ഓൾസോ ഹി ഷുഡ് ഹാവ് ദ പ്രൊഫഷണൽ കോമ്പിറ്റൻസ്, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ടു ക്യാരി ഔട്ട് the audit work efficiently and within the time prescribed. ഓക്കെ, ഇതാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി പേഴ്സണൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻസ്. അതായത് ഓഡിറ്റർ ഷുഡ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ഹി ഷുഡ് ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, വിത്തൗട്ട് എനി ഫിയർ ഓർ ഫേവർ ടു എനി പേഴ്സൺ. നമ്മൾ പഠിച്ചല്ലോ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത്. Then another qualification is integrity. Integrity എന്ന് പറയുന്നത് an auditor should be honest, sincere and impartial in his attitude and work. He should be a person of high degree of integrity and moral എന്നാണ് പറയുന്നത്. Then objectivity, അതായത് ഓഡിറ്റർ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ he should be very objective in his approach. അതായത് he should be rational in thinking and free from personal prejudice. Then confidentiality പറയുന്നത് an auditor should be confidential about matters coming to his knowledge. He should not pass on any secret information to third parties. Then skill and diligence പറയുന്നത് an auditor should be able to exercise necessary caution and vigilance. He should have an investigative mind and take utmost care and diligence while discharging his duties. Okay, so these are the എന്താ പറയുക പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ആൻ ഓഡിറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ എന്നുള്ളതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് പറയുന്നത് according to law, no specific qualification is recommended for auditor in case of proprietary concerns. But in case of companies, the following qualifications is a must എന്നാണ് പറയുന്നത്. അതായത് കമ്പനി ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ only qualified person shall be appointed as the auditors of companies. അപ്പം എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, he should be a practicing chartered accountant. അതായത് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹാവിങ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അത് മസ്റ്റാണെന്നാണ് പറയുന്നത്. ഹി എൻഗേജസ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടൻസി ആൻഡ് ഓഫേഴ്സ് ടു പെർഫോം ദ സർവീസസ് ഓഫ് ഓഡിറ്റിംഗ് ഓർ വെരിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ റെക്കോർഡ്സ്, അങ്ങനെയുള്ള ഇതിൽ എൻഗേജ് ചെയ്യുന്ന ഒരു പ്രാക്ടീഷണർ ആയിരിക്കണം. ഹി റെൻഡേഴ്സ് പ്രൊഫഷണൽ സർവീസസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു accounting procedures like recording, presentation or certification of financial data. അപ്പോൾ ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അതാണ് he should be a practicing chartered accountant having a certificate of practice from Institute of Chartered Accountants of India. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എ പേഴ്സൺ ഹാവിങ് an authentication in part B stating that he designated to act as an auditor. അതായത് അതൊരു സർട്ടിഫൈഡ് ഓഡിറ്റർ ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. എ പേഴ്സൺ ഹോൾഡിംഗ് എ സർട്ടിഫിക്കറ്റ് അണ്ടർ റെസ്ട്രിക്റ്റഡ് ഓഡിറ്റർ സർട്ടിഫിക്കറ്റ് റൂൾസ് 1965 is also
qualified to be appointed as company auditor. Such certified auditors are subject to the rules framed on this behalf by the central government. മനസ്സിലായല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു എൻഷുർ ദാറ്റ് ഓൺലി പേഴ്സൺസ് വിത്ത് പ്രൂവൺ വർത്ത് ആൻഡ് സ്റ്റാൻഡിങ് ആൻഡ് അണ്ടർ ദ ഡിസിപ്ലിൻ ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആർ അപ്പോയിൻറ്റഡ് ആസ് ഓഡിറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഓഡിറ്റേഴ്സായി വെക്കാൻ പറ്റാത്തത് എന്നുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ. ദ ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഓഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി. ആരൊക്കെയാണ് പറയുന്നത്? എ ബോഡി കോർപ്പറേറ്റ്, an officer or employee of the company, a person who is in the employment of an officer or employee of the company, a person who is indebted to the company for an amount exceeding 1,000 rupees or who has given any guarantee of any third person to the company for an amount exceeding 1,000. അതായത് 1000 രൂപയിൽ കൂടുതൽ കടക്കാരൊന്നും അതിൽ കൂടുതൽ കടം കമ്പനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതേമാതിരി അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെ ഷുവർട്ടി നിൽക്കൂലേ, അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും എന്താവാൻ പാടില്ല എന്നാണ് പറയുന്നത്, അങ്ങനെ ഓഡിറ്റേഴ്സ് ആവരുത്. അതേമാതിരി ദ സ്പൗസ് ഓഫ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി, അവരൊന്നും ഓഡിറ്റേഴ്സ് ആവാനുള്ള ക്വാളിഫിക്കേഷനിൽ അവർക്കൊന്നും. എ പേഴ്സൺ ഹു വാസ് എ ഡയറക്ടർ, അതർ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് കമ്പനി അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീസീഡിങ് 3 years, കഴിഞ്ഞ 3 വർഷമായിട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസറോ എംപ്ലോയി, ഇപ്പം ഇല്ലെങ്കിലും വേണ്ടില്ലേ, കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണ്. പ്രീവിയസ് 3 yearsനുള്ളിൽ ഇങ്ങനെ കമ്പനിയുമായിട്ട് ബന്ധമുള്ളവരൊന്നും ആവാൻ പാടില്ല. അതേമാതിരി എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ട്ണർ ഓഫ് എ ഡയറക്ടർ, ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് കമ്പനി. അപ്പോൾ ഈ കൂട്ടരേക്കാണ് ഡിസ്ക്വാളിഫൈ ചെയ്ത്, ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ആസ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ സെക്ഷൻ 226 സബ്സെക്ഷൻ 4 പറയുന്നതാണ് എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഓഡിറ്റർ ഓഫ് എനി ബോഡി കോർപ്പറേറ്റ്. Further, if the auditor already holds appointment as an auditor in the maximum prescribed number of companies as per the provisions of Companies Act, he will be disqualified for further appointment as auditors in any other company. Thank you.